ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാണ് ആ ഒരു ടിപ്സ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളൊരു പഴയ ഗ്ലാസ്സോ ഡിസ്പോസിബിൾ ഗ്ലാസ്സോ ഏതിലേക്കെങ്കിലും നമ്മൾ കുറച്ചിങ്ങനെ കേടായ പഴമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണീച്ച കാര്യങ്ങൾ, ഈ ഫ്രൂട്ട് ഫ്ലൈ ഒക്കെ വരില്ലേ, അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ട് നമുക്കിതാ ആ ഒരു കണ്ണീച്ചയുടെ പ്രശ്നമൊന്നും വരാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ പഴയ പഴമോ കളയാൻ ആയത് മതി കേട്ടോ, അതിങ്ങനെ ഇട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളവും അതേ അളവ് തന്നെ വിനാഗിരിയും കൂടെ ഒഴിക്കണം കേട്ടോ. ഈ ഒരു പഴത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ എത്ര അളവ് വെള്ളം എടുക്കുന്ന, ഒരു 2 സ്പൂണൊക്കെ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു 2 സ്പൂണൊക്കെ നമ്മൾ വിനാഗിരി കൂടി ഇതിനോട്ട് ഒഴിക്കണം കേട്ടോ. അതിനുശേഷം ഞാനൊരു പ്ലാസ്റ്റിക് കവറ് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സും ഇട്ട് വെച്ചിട്ടുണ്ട്. ഏത് വേണേൽ ഇടാം കേട്ടോ, നമുക്കിപ്പോൾ ചക്കയാവട്ടെ മാങ്ങയാവട്ടെ, ബാക്കി നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള അത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഈ കണ്ണീച്ച വരാതിരിക്കാനാണ്, അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പിന്ന് വെച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ഇത് നമ്മൾ ഫ്രൂട്ട്സ് വെക്കുന്നില്ലേ, നമ്മുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റിൻ്റെ അടുത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണീച്ചുള്ള സ്ഥലത്ത് നമ്മുടെ കിച്ചണിലൊക്കെ ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരിക്കലും നമുക്ക് ആ കണ്ണീച്ചയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ആഴ്ചയിൽ നമ്മൾ ഒരു 2-3 ദിവസം ചെയ്യുകയാണ് ഇങ്ങനെയെന്നുണ്ടെങ്കിൽ, വൈകുന്നേരം രാവിലെ വെച്ചിട്ട് വൈകിട്ട് എടുത്ത് കളയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ 2-3 ദിവസം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുക്കളയിൽ ഒട്ടും നമുക്ക് ആ ഒരു കണ്ണീച്ചയുടെ ഒരു, കണ്ണീച്ചാന്നോ പൊന്നീച്ചാന്നോ ഒക്കെ പറയില്ലേ ചില നാട്ടിൽ, എന്താ പറയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഓരോ നാട്ടിലും ഓരോന്നായിരിക്കുമല്ലോ പറയുക. അപ്പോൾ അതിൻ്റെ ഒരു ശല്യം നമുക്കില്ലാതെ ആ ചെറിയ ഒരു എന്താ പറയുക, ആ ഒരു ഫ്രൂട്ട്സ് ഫ്ലൈ ഒക്കെ ഇല്ലേ, അപ്പോൾ അത് വരാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഫോണിനകത്ത് ഇപ്പം നമ്മൾ കിച്ചണിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും നമുക്കിപ്പോൾ ഫോണിൽ എന്തെങ്കിലും നമ്മൾ നോക്കിയിട്ട് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മുഴുവനും നമ്മുടെ കൈയിൻ്റെ വെള്ളം, മസാലപ്പൊടികളുടെ കളറ്, മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ ആവൂല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് മഞ്ഞളുടെയൊക്കെ കളറ് ഇതിൽ എന്തായാലും അത് പിടിക്കൂലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ എടുക്കുക, കവറിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ കിച്ചണിൽ ഈ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീനിനും കുഴപ്പം വരില്ല, സ്ക്രാച്ചും വരില്ല, അതേപോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനെ പിടിക്കില്ല. ഇപ്പോൾ മഞ്ഞപ്പൊടി ആവട്ടെ, വേറെ എന്തെങ്കിലും കളറാവട്ടെ, അങ്ങനെ ഒരു കളറും ഇതിനകത്തോട്ടാവില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് ആ കവർ എടുത്ത് മാറ്റുകയും ചെയ്യാം നമ്മുടെ കിച്ചണിൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. നമുക്ക് കിച്ചണിൽ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കില്ലേ ഫോൺ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഫോണിന് അങ്ങനെ മഞ്ഞപ്പൊടിയും ഇതൊന്നും ആവാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ വെച്ചിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ മരുന്നൊക്കെ നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മരുന്നൊക്കെ നമുക്ക് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ വെക്കുക. മരുന്നിൻ്റെ ബോട്ടിലിൻ്റെ മുകളിൽ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിലൊന്ന് റബ്ബർ ബാൻഡ് ചുറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമുക്ക് ഈ ഒരു ബോട്ടിൽ നിന്ന് ഇത് പോവില്ല. ലിക്വിഡ് ടൈപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്നും പോവില്ല. എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഓയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോവാതിരിക്കാൻ നല്ലതായിരിക്കും കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ മിക്സി അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഇതേപോലത്തെ നമ്മുടെ അല്ലെങ്കിൽ എയർ ഫ്രയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ നിന്ന് അത് നീങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണല്ലേ, നമുക്കങ്ങനെ മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ മടക്കിയിട്ട് ഇതിന് താഴെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് എങ്ങോട്ട് വേണേലും നമുക്കത് പെട്ടെന്ന് നീക്കി വെക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഇപ്പം മിക്സി ആവട്ടെ, എല്ലാ കാര്യങ്ങളും അതെ, അതിൻ്റെ ആ ബുഷ് അങ്ങനെ നല്ല ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് മാറ്റി വെക്കാൻ പാടാണല്ലേ. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്കിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മിക്സിയൊക്കെ സമയത്ത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും താഴെ വീണാൽ തന്നെ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഈ പ്ലാസ്റ്റിക് കവർ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ടിപ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് ഒരാഴ്ച പോലും നിൽക്കില്ല അല്ലേ, പെട്ടെന്ന് തന്നെ അത് കേടായി കറുത്ത് പോകൂലേ. അപ്പം അങ്ങനെ കറുത്ത് പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ. നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിനെ ഒന്ന് ഫോയിൽ പേപ്പറില്ലേ,
ഫോയിൽ പേപ്പറിൽ അതിൻ്റെ ഞെട്ട് മാത്രം ഒന്നിങ്ങനെ ചുരുട്ടി വെക്കുക എന്നുള്ളൊരു കാര്യം ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാ പഴത്തിൻ്റെയും ഈ ഒരു ഞെട്ട് കവറാവുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമുക്കൊരു ഇപ്പോൾ ഒരാഴ്ചയെങ്കിലും നമുക്ക് ഈ പഴം ഒന്ന് കേട് കൂടാതെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ചധികം ദിവസം തന്നെ അപ്പോൾ പഴം ഒന്ന് കറുത്ത് പോകാതെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാനായിട്ട് നല്ല 2-3 ടിപ്സ് ഉണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു പൊടി റെഡിയാക്കുന്ന സമയത്ത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പഴം ചേർത്താൽ മതി. ചെറുപഴം ചേർത്തിട്ട് അരച്ചിട്ട് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. 2, നമുക്ക് സോഫ്റ്റ് ആവാനുള്ള വേറൊരു വഴിയാണ്, നമുക്ക് ഇതിനകത്ത് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്തുന്നെങ്കിൽ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി കൂടി ചേർത്താൽ മതി. അപ്പോഴും വേറെ സോഫ്റ്റ് ആവും. പിന്നെ സോഫ്റ്റ് ആവാനായിട്ടുള്ള വഴിയാണ്, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒന്നാവുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ടും കൂടി കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയും ആയിരിക്കും കേട്ടോ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ഇന്നത്തെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.